ബാഴ്സലോണയ്ക്കെതിരെ എന്തായാലും റയൽ മാഡ്രിഡ് 3-2 തോറ്റെങ്കിലും ആ വീഡിയോയിൽ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള 3 പോസിറ്റീവ് സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ചിലപ്പോൾ ഒരു വില്ലനാവുമെന്ന്. എന്നാൽ മാച്ചിന് മുമ്പ് ഫ്ലോറന്റീനോ പെരസിനോടും ഒരു നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനിക്ക് കൊടുത്തിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില്ലറയല്ല. ആൻഡ് എസ്പെഷ്യലി ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് പുള്ളിയുടെ പെർഫോമൻസ് ഇസ് ലൈക്ക് അൺബിലീവബിൾ. അതൊന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്ന മാച്ച് തന്നെ ആയിരുന്നു ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇൻ ഫൈനൽസ് ചെയ്തിട്ടുള്ള താരമായി വിനീഷ്യസ് ജൂനിയർ മാറി എന്നുള്ളത് ഒന്നാമത്തെ പോസിറ്റീവ് കാര്യം. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിലെ സ്ക്വാഡിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് നമ്പർ 9 അത് ഗോൺസാലോ ഗാർസിയ തന്നെയാണ്. അത് തന്നെയാണ് ഇന്നലെയും പ്രൂവ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയൊരു അവസരം, അത് ഒന്നാമത് പുള്ളിക്ക് ചിലപ്പോൾ ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റേണ്ട ഒരു അവസരമല്ല, പക്ഷെ അതിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ അത് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ്. സോ ഹീ ഈസ് എ പെർഫെക്റ്റ് നമ്പർ 9 എന്നുള്ള കാര്യം വീണ്ടും തെളിയിക്കുകയാണ് കേട്ടോ. ഈ മൂന്നാമത്തെ സാധനം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മത്സരം കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, മിഡിലും ഡിഫൻസിലും നല്ല പ്രശ്നങ്ങളുണ്ട്. പല പ്ലേയേഴ്സിനെയും മാറി മാറി പൊസിഷനിൽ ഇടുന്നത് പണിയാണ് എന്നുള്ളത്. അത് കൃത്യമായിട്ടുള്ളൊരു മത്സരത്തിലേക്ക് വരുമ്പോൾ പണി കിട്ടുമെന്നുള്ളത്. അത് കുറച്ചും കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മാച്ചാണ്. ഡിഫെൻസീവ്ലി കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എങ്കിൽ പോലും മിഡിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൂവ് ഇല്ലാതെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റണ്ണിനെ കുറിച്ചല്ല പറഞ്ഞത്, ക്രിയേറ്റീവായി മിഡ്ഫീൽഡിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത റയൽ മാഡ്രിഡിനെയാണ് കണ്ടതെന്നുള്ളതാണ്. സോ ചോദ്യം നിങ്ങളോടാണ്, ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് കറൂ.